അങ്ങനെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്ന കുറ്റത്തിന് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അജു അലക്സ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയുടെ പുതിയ നായര് അമ്മയുടെ പുതിയ ഭാരവാഹി ശ്രീ സിദ്ദിഖിൻ്റെ പരാതിയിലാണ് പോലീസിൻ്റെ ഈ നടപടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിദ്ദിഖ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? മോഹൻലാലിനെതിരെ ഇതിനു മുമ്പും പലതവണ ഇദ്ദേഹം അപകീർത്തികരമായ പരാമർശങ്ങൾ, അസഭ്യമായ വാക്കുകൾ തുടങ്ങിയവ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സിദ്ദിഖ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുണ്ടായ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് മോഹൻലാൽ മേജർ വേഷത്തിൽ പോയതിനെതിരെ ചെകുത്താൻ ചെയ്ത വീഡിയോ മാത്രമല്ല, മുമ്പ് പലതവണ ചെയ്ത വീഡിയോസ്, അതിനെല്ലാം കൂടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. അങ്ങനെയാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്. പക്ഷെ കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും പട്ടാള വേഷത്തിലെത്തിയ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പട്ടാള വേഷത്തിലെത്തിയ മോഹൻലാലിനെ അപമാനിച്ചുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു എന്നുള്ള കാരണമാണ് പറയുന്നത്. ഇപ്പോൾ പട്ടാളത്തിൽ മോഹൻലാൽ ഉൾപ്പെടുന്ന ആ ബറ്റാലിയൻ, അവരുകൂടി ഒരു പരാതി നൽകിയാൽ ചെകുത്താൻ ജയിലിലാകും എന്നുള്ള തരത്തിൽ ചില പോലീസുകാരും പ്രതികരണം നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടു. ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരൊക്കെ അടിയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലുമൊക്കെ ചെയ്യുമ്പോൾ ആ കൂടെ ഒരു പട്ടികജാതിക്കാരനെ കൂടി ഉൾപ്പെടുത്തും. കാരണം മറ്റൊന്നുമല്ല, ഒരു കേസ് വരുമ്പോൾ അതിന് കൗണ്ടർ കേസ് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ദളിത് അട്രോസിറ്റീസ് ആക്ട് ഇത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ പട്ടികജാതിക്കാരനായ ഒരാൾ ഈ പ്രശ്നത്തിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയാണ്, അതായത് മോഹൻലാലിനെ കളിയാക്കി എന്ന, അല്ലെങ്കിൽ മോഹൻലാലിന് അസഭ്യം പറഞ്ഞു എന്ന കുറ്റത്തിന് കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കില്ലെന്ന് ഈ അമ്മ സംഘടനക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? പട്ടാള യൂണിഫോമിലെത്തിയ അദ്ദേഹത്തെ ആ യൂണിഫോമിനെ കളിയാക്കി, അല്ലെങ്കിൽ മിലിറ്ററി അപമാനിച്ചു എന്നൊക്കെയുള്ള പരാതിയും അത്തരത്തിലുള്ള വകുപ്പുകളും ചുമത്താൻ എന്താണ് വഴി എന്നാണ് ഇപ്പോൾ ഈ അമ്മ സംഘടനക്കാർ ആലോചിക്കുന്നത്. പിന്നെ ഈ അമ്മ സംഘടനക്കാർ അവരെന്തു പറയുന്നു അതാണ് ന്യായം. അത് നമ്മൾ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. തമ്പ്രാൻ പറയുന്നതിന് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് യാതൊരു പങ്കുമില്ല എന്ന് അമ്മ സംഘടനക്കാർ പറഞ്ഞു. ഇതേ സിദ്ദിഖൊക്കെ കൂടി അന്ന് പറഞ്ഞു. നമുക്ക് അത് കേട്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ തിരിച്ചൊരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറയുന്നതാണ് ന്യായം. അപ്പം ഇതും അങ്ങനെ തന്നെയാണ്. നിരന്തരമായി മോഹൻലാലിനെതിരെ ഒരുപാട് വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ചെകുത്താൻ. മോഹൻലാലിനെതിരെ മാത്രമല്ല, മറ്റു പലർക്കും എതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് ഈ ചെകുത്താൻ. അപ്പോൾ അന്നൊന്നും ഇവർക്കൊരു പരാതി കൊടുക്കാൻ, അല്ലെങ്കിൽ അന്നൊന്നും പരാതി കൊടുത്താൽ നിലനിൽക്കില്ല എന്ന് ഇവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മിലിറ്ററിക്കെതിരെ അപവാദ പ്രചരണം നടത്തി മിലിറ്ററി യൂണിഫോമിൽ ചെന്നയാളെ കളിയാക്കി എന്നുള്ള വകുപ്പ് ചുമത്താൻ എന്താണ് വഴി എന്ന് ആലോചിക്കുകയാണ്. ഇതിലൂടെയൊക്കെ എന്താണ് ഈ അമ്മ സംഘടനക്കാർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്? മോഹൻലാലിനെ ഇനി ആരും വിമർശിക്കരുത് എന്നാണോ? അല്ലെങ്കിൽ എല്ലാ വിമർശനത്തിനും അതീതനാണ് മോഹൻലാൽ എന്നാണോ? ഇപ്പൊ ചെകുത്താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ചില അപകീർത്തികരമായ, അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള ചില വാക്കുകളുണ്ടല്ലോ, അതൊക്കെ മുറിവേൽപ്പിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ നമ്മളീ പറയുന്ന മഹാനടനുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങളിലെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ ഭാഷാശുദ്ധിയെക്കുറിച്ചോ അതിന്റെ അശ്ലീല ചുവയെക്കുറിച്ചോ ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും? അതൊക്കെ കഥാപാത്രങ്ങളാണ്, അതൊക്കെ വേറെ ആരോ എഴുതി കൊടുക്കുന്ന, അല്ലെങ്കിൽ സംവിധായകനും നിർമ്മാതാവും തീരുമാനിക്കുന്ന വാക്കുകളാണ് എന്നൊക്കെ പറയും. അമ്മ സംഘടനയാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിത് കേട്ടിരിക്കുക എന്ന് മാത്രമേ നിർവാഹമുള്ളൂ. അതെല്ലാം കഥാപാത്രങ്ങളാണ്. പക്ഷേ ചെകുത്താൻ വ്യക്തിപരമായാണ് അത്ര ആക്രമിച്ചത്, അങ്ങനെയായിരിക്കും പറയാനുണ്ടാവുക. പക്ഷെ എത്രയൊക്കെ കഴുകി വെളുപ്പിച്ചാലും ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വിമർശനത്തിന് അതീതനാണോ? കുറച്ച് കാലങ്ങളായി അദ്ദേഹം ചെയ്യുന്ന ചില കോപ്രായങ്ങളുണ്ടല്ലോ, അതായത് ഈ സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ പോലെ തന്നെ പട്ടി ഷോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഓരോ കോപ്രായങ്ങൾ പഴയ സിനിമകളുടെ ഓരോ ക്ലിപ്പിങ്സ് ആയിട്ട് ഈ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇറക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇതിനെ തോപ്പിക്കാൻ ആരുമില്ല, ഇതിനെ കവച്ചു വെക്കാനൊന്നും ആരും ഒന്നും ചെയ്യാൻ ഇനിയില്ല, ബാക്കിയില്ല, ഈ മഹാനടൻ്റെ ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. ഇപ്പം ഇതിന് നമുക്ക് എന്താ, അത് ഫാൻസുകാരാണ്, അവർ ആരാധന മൂത്ത് ചെയ്യുന്നതാണെന്ന് പറയാം. ഓക്കെ, അതും സമ്മതിക്കാം. അമ്മ സംഘടനക്കാർ പറയുമ്പോൾ സമ്മതിച്ചല്ലേ പറ്റൂ.
ഇനി അടുത്ത ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീ റിലീസുകളാണ്. റീ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുകേഷിനോടൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും അതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നു. എന്നാൽ മോഹൻലാലിന്റെ അങ്ങനെയല്ല. എല്ലാ സിനിമകളും ഇപ്പം മണിച്ചിത്രത്താഴായിക്കോട്ടെ, ദേവദൂതനായിക്കോട്ടെ, ഒളിമ്പ്യൻ അന്തോണിയാദം, എല്ലാ പഴയ സിനിമകളും റീ റിലീസ് ചെയ്യുകയാണ്. ഇതിനൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു സാധാരണ മനുഷ്യന് നോക്കിയാൽ മനസ്സിലാവും, പുതിയ ഒരു സിനിമ പോലും തിയേറ്ററിൽ വിജയിപ്പിക്കാനാവാത്ത ഒരു നടനാണ്, ഒരു സൂപ്പർ സ്റ്റാറാണ് ഈ മോഹൻലാൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പഴയ സാധനം, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും വീണ്ടും ഈ പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ ഈ ഫ്ലെക്സ് വെച്ചിട്ട് പാല് തലയക്കട കോരി ഒഴിക്കുന്ന ഫാൻസുകാരായിട്ടുള്ള കുറെ പേരുണ്ടായിരിക്കാം. പക്ഷേ പൊതുജനം ഇത് കാണുന്ന മനുഷ്യന് തോന്നും ഇതെന്ത് ചീപ്പ് ഷോയാണ്, ഒരു പട്ടി ഷോയാണ് ഇയാൾ കാണിക്കുന്നതെന്ന് തോന്നിയാൽ അയാളെ തെറ്റു പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയോടുകൂടിയുള്ള ഒരു സമീപനം, അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ. ഇപ്പോൾ അടുത്ത ഇടെ ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ പല ആങ്കർമാരും അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെയുള്ള വിമർശനത്തിനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കുകളുണ്ട്. ഞാൻ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ നോക്കൂ, ഇനി ഇത്രയും വലിയ ആളായ ഞാൻ ഇനി അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ മറ്റൊരാളാണെന്ന് എനിക്ക് തെളിയിച്ചിട്ട് വേണോ? ഇനി അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള മറുപടികൾ. അതായത് അയാൾ എന്തോ വലിയ ആളാണെന്ന് അയാൾ തന്നെ സ്വയം കരുതുന്ന. ഇപ്പോൾ ഏതൊരു സിനിമാ നടനും ഒരു പുതിയ സിനിമ ഇറങ്ങുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ അമിതാഭ് ബച്ചൻ വലിയ നടനാണ് എന്ന് കരുതി അടുത്തിടയിൽ കൽക്കി എന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു യെസ് ഹി ഈസ് കമ്മിങ് ബാക്ക്, അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ രജനീകാന്ത് കോടികളുടെ സിനിമകൾ പിടിച്ചിറക്കുന്നുണ്ട്. പരാജയപ്പെടുന്നവയുണ്ട്, വിജയിക്കുന്നവയുണ്ട്. അപ്പോൾ നല്ലൊരു സിനിമ അദ്ദേഹത്തിന്റെ ഇറങ്ങുമ്പോൾ നല്ലതാന്ന് പറയും, അത് ചീത്ത ഇറങ്ങുമ്പോൾ ചീത്തയാന്ന് പറയും. ഇത് സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ മോഹൻലാൽ ഇത്തരം വിമർശനങ്ങളോട് കാണിക്കുന്ന സമീപനം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചെറിയ സംഖ്യയെ നമുക്ക് മുമ്പിൽ വെളിവാക്കി തരുന്നതാണ് എന്ന് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം ആ വിഭാഗത്തിനാണല്ലോ ഈ പെട്ടെന്ന് അസഹിഷ്ണുത ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കോമാളി വേഷം കെട്ടി നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ പൊതുവെ ഒന്ന് ഇടിഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ദുരന്ത ഭൂമിയിൽ മേജർ മഹാദേവന്റെ വേഷത്തിൽ, അതായത് മേജർ മഹാദേവൻ എന്നത് അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെയൊക്കെ പെർഫോമൻസ് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ കേണൽ പദവി ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു വേഷം കെട്ടി അവിടെ ചെന്നപ്പോൾ ഒരുപാട് സിനിമാ താരങ്ങൾ, ഒരുപാട് സംഘടനകൾ, വ്യവസായ പ്രമുഖർ, അങ്ങനെയുള്ളവരെല്ലാം ഈ ദുരന്ത ഭൂമിയിൽ സഹായം വാഗ്ദാനം ചെയ്തു. സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്താണോ അതെല്ലാം ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പുള്ളി പെട്ടെന്ന് പട്ടാള വേഷവും കെട്ടിപ്പോകുന്നത്. എനിക്ക് പേഴ്സണലി അത് തോന്നിയത് മോഹൻലാൽ വേഷം കെട്ടിപ്പോയി എന്ന് തന്നെയാണ്. ഇയാൾ എന്ത് ഷോയാണ് ഈ കാണിക്കുന്നതെന്ന് മനസ്സിൽ നമ്മൾ പറഞ്ഞു, പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടായില്ല. കാരണം ഈ പറഞ്ഞതുപോലെ മിലിറ്ററി വേഷത്തിൽ ചെല്ലുമ്പോൾ മിലിറ്ററിയെ അപമാനിച്ചു എന്ന് കേസെടുക്കും എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് നമ്മളൊക്കെ സൈലന്റ് ആയിട്ടിരുന്നു. പക്ഷെ ചെകുത്താൻ സൈലന്റ് ആയിട്ടിരുന്നില്ല, അയാൾ അത് തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഗട്ട്സ് അയാൾ കാണിച്ചു. അതിന്റെ പേരിൽ ഇപ്പൊ മോഹൻലാൽ ഫാൻസ് കുറെ ഈ ക്യാമറയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൊതുജനങ്ങളോട് അഭിപ്രായം എടുക്കാൻ. ചെകുത്താനെ തല്ലിക്കൊല്ലണം, ഇടിച്ചു കൂമ്പ് വാട്ടണം, പിടിച്ച് ജയിലിലിടണം, അങ്ങനെ നിരന്തര അഭിപ്രായ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ ഫാൻസ്. മോഹൻലാൽ ഫാൻസിന് ചെറുതൊന്നുമല്ല ചെകുത്താനോടുള്ള ചൊറിച്ചില്. കാരണം ഈ ചെകുത്താൻ മോഹൻലാൽ ഫാൻസിനെ ചൊറിയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയതാണ്. അതുകൊണ്ട് അവർക്കെല്ലാം കിട്ടിയ ഒരു പിടിവള്ളിയായിട്ട് അവരുടെയൊക്കെ ഫ്രസ്ട്രേഷൻ ഇപ്പോഴാണ് അവർക്ക് തീർക്കാൻ പറ്റുന്നത്. ഏതായാലും നടക്കട്ടെ. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒന്നും അടിച്ചമർത്തി ഒരു സൂപ്പർ സ്റ്റാറിനും എക്കാലവും രാജാവായി വാഴാൻ കഴിയില്ല എന്ന് ഈ മലയാളത്തിന്റെ മെഹാനടൻ മോഹൻലാൽ ഒന്നോർത്താൽ നല്ലത്. പിന്നെ അദ്ദേഹത്തിന്റെ ഫാൻസുകാരും.